ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കരഞ്ഞു തീർത്തിട്ട് വേഗം താഴേക്ക് വാടി. അല്ല, നീ ഇതെന്ത് ഭാവിച്ച വസുമതി? ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലാവുന്നില്ലേ? തെറ്റിയത് ഞാനല്ല, നിങ്ങളുടെ മൂത്ത മരുമകൾ ജയശ്രീയ. അവള് ചെയ്ത തെറ്റുകാരനോ ഈ നശിച്ചവൾക്ക് കല്യാണം ഒന്നും ശരിയാവാതെ ഒരു രണ്ടാം കെട്ടുകാരനെ കണ്ടെത്തേണ്ട ഗതികേട് എനിക്ക് വന്നത്. എന്ത് കണ്ടിട്ടാ നിങ്ങളൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഒരു കൊലപാതകിയുടെ മകളെ കെട്ടാൻ ആര് വരൂന്നാ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നേ? നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കാണിച്ചത് ശരിയായില്ല വസുമതി. ശരിയല്ലാത്തത് ഞാനല്ല, നിങ്ങളാ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ ആദ്യ ഭാര്യയെ അടക്കി നിർത്തുമായിരുന്നു. നാടിനും വീടിനും ജയശ്രീ ശാപമായത് നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് തന്നെയാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ജീവിതവും ഇങ്ങനെയായി. ഇപ്പൊ എന്റെ മോൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നിരിക്കുക. ഈ നാശത്തിന്റെ പേരും പറഞ്ഞ് അത് തടയാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന പയ്യനെ കൊണ്ട് ഇവളെ കെട്ടിച്ച് ഇവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ. അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ദുർഗയുടെ ഇരട്ടി പ്രായമുണ്ട് അയാൾക്ക്. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ വിവാഹം നടക്കണം, നടന്നേ പറ്റൂ. എന്താ ദുർഗ നിന്റെ തീരുമാനം? നിനക്ക് ഞാൻ കണ്ടെത്തിയ പയ്യനെ താഴെ ഇരിക്കുന്നെ. അവരോട് ഞാനിപ്പോ എന്താ പറയണ്ടേ? നീ എന്തിനാ അവളോട് ചോദിക്കുന്നേ? മര്യാദക്ക് പോയി അവരെ പറഞ്ഞുവിട്. ശരി, ഞാൻ പോയി അവരെ പറഞ്ഞുവിടാം. പക്ഷേ അവര് പോയതിന് പിറകെ ഞാനും എന്റെ മക്കളും ഈ വീട് വിട്ടിറങ്ങും. പിന്നെ ജീവിക്കണോ മരിക്കണോന്ന് ഞാൻ തീരുമാനിക്കും. വസുമതി, നീ എനിക്ക് ചെയ്തു തന്ന സത്യം നീ മറന്ന സ്ഥിതിക്ക് ഞാനും എന്റെ വാക്കുകൾ പാലിക്കുന്നില്ല. എന്നെ എതിർത്ത് നീ ഒന്നും ചെയ്യില്ലെന്നും പറയില്ലെന്നും സത്യം ചെയ്തു തരണം. എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ കയ്യിന്ന് വിടടി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? വന്നിരിക്കുന്ന അത്രയും പേരുടെ മുന്നില് ഞാൻ നാണം കെടണോ? നിങ്ങൾ ആരും അറിയാതെ അവരെ വിളിച്ചു വരുത്തി പറ്റിക്കായിരുന്നു എന്ന് പറയണോ? നോക്ക്, നിനക്ക് ഞാൻ കുറച്ച് സമയം തരാം. അതിനുള്ളിൽ താഴെ വന്ന് വിവാഹത്തിന് സമ്മതമാണെന്ന് അവരോട് പറയണം. അല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ. എന്നെ ചതിച്ചാ പിന്നെ നീ കാണുന്നത് എന്റെ മക്കളുടെ ശവമായിരിക്കും. മോളെ, മുത്തശ്ശി കരയാതെ.